ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. വിമാനത്താവളം ഉൾപ്പെടെ വിവിധ പദ്ധതികൾ അല്പസമയത്തിനകം നാടിന് സമർപ്പിക്കും. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. സമൂഹത്തെയും ജീവിതത്തെയും മനുഷ്യവത്കരിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. തൃശൂരിലെ പ്രചരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖുബെ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഹെലി ടൂറിസം പദ്ധതിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് കൊച്ചി വിമാനത്താവളത്തിൽ ഇന്ന് വൈകിട്ട് തുടക്കം കുറിക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ഉച്ചയ്ക്ക് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ അയോധ്യയിലെത്തി. വിമാനത്താവളം മുതൽ നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ വരെ അദ്ദേഹം റോഡ് ഷോ നടത്തി. അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത് വികസിപ്പിച്ച റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷനിൽ ഒരുക്കിയ പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിച്ചു. വന്ദേ ഭാരത്, അമൃത് ഭാരത് സ്പെഷ്യൽ ട്രെയിനുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. 1450 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച അയോധ്യ വിമാനത്താവളവും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 16,000 കോടിയോളം രൂപയുടെ വിവിധ വികസന പരിപാടികൾക്കാണ് ശ്രീ മോദി ഇന്ന് തുടക്കം കുറിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. വർക്കല ശിവഗിരിയിൽ ഇന്ന് നടക്കുന്ന ആദ്യ തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെയും ജീവിതത്തെയും മനുഷ്യവത്കരിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മനുഷ്യത്വം പാടെ അവസാനിച്ച ഒരു കാലഘട്ടത്തിൽ ഉയർന്നുവന്ന മാനവികതയുടെ വിസ്മയ പ്രതിഭാസമാണ് അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ജാതിചിന്ത വെടിഞ്ഞ് മാനവികതയിൽ ഊന്നിയ ഐക്യബോധം ഊട്ടിയുറപ്പിക്കുന്നതിനാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ശ്രീനാരായണ ഗുരു അനുവാദം നൽകിയതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നാളെ നടക്കുന്ന തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി 9 സമ്മേളനങ്ങളാണ് നടക്കുക. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇന്ന് ശാസ്ത്ര സാങ്കേതിക സമ്മേളനവും ശുചിത്വം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ശാസ്ത്ര സാങ്കേതിക സമ്മേളനം ISRO ചെയർമാൻ S സോമനാഥ് ഉദ്ഘാടനം ചെയ്യും. ശുചിത്വം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്ന വിഷയത്തിലുള്ള പ്രഭാഷണം വൈകിട്ട് നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്നതിനായി സംഘടിപ്പിച്ചുവരുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വാമനപുരം ഗ്രാമപഞ്ചായത്തിലും പുളിമാത്ത് ഗ്രാമപഞ്ചായത്തിലുമാണ് പര്യടനം. ഇന്ന് കോട്ടയം ജില്ലയിൽ യാത്ര മരങ്ങാട്ടുപിള്ളി, കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്തുകളിലും ആലപ്പുഴ ജില്ലയിൽ ചിങ്ങോലി, ചേപ്പാട് പഞ്ചായത്തുകളിലും നടക്കും. എറണാകുളം ജില്ലയിൽ എടക്കാട്ടുവയൽ, മുളന്തുരുത്തി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്ന് പര്യടനം. കണ്ണൂർ ജില്ലയിൽ ഇന്ന് മട്ടന്നൂർ നഗരസഭയിലും കണിച്ചാർ, പേരാവൂർ പഞ്ചായത്തുകളിലുമാണ് പര്യടനം നടത്തുക. തൃശൂർ ജില്ലയിലെ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖുബെ പങ്കെടുത്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലും ഇന്ന് വികസിത് ഭാരത് സങ്കല്പയാത്ര നടക്കും. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ഗുണഭോക്താവ് സുജിത് തന്റെ അനുഭവങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. എനിക്ക് നാച്ചുറൽ കലാമിറ്റി മൂലം ഉണ്ടായ കൃഷിനാശം എനിക്ക് പരിഹരിക്കാൻ പറ്റിയത് ഇന്ത്യൻ ബാങ്കിന്റെ കടുവത്തോട് ബ്രാഞ്ചിലുള്ള ഈ കർഷക ലോൺ KCC പറ്റി അറിഞ്ഞു. അങ്ങനെ അവിടെ പോയിട്ടാണ് ഞാൻ ആ പൈസ എടുത്തിട്ട് കൃഷി ഞാൻ മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആ നാച്ചുറൽ കലാമിറ്റി എല്ലാം കരകയറി വരാനായിട്ട് ആ പൈസയാണ് എനിക്ക് ഉപയോഗം ഉണ്ടായത്. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108ാം പതിപ്പാണിത്. രാവിലെ 11-ന് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30-ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്.
സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിനായി ആവിഷ്കരിച്ച ഹെലി ടൂറിസം പദ്ധതിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് കൊച്ചി വിമാനത്താവളത്തിൽ ഇന്ന് വൈകിട്ട് തുടക്കം കുറിക്കും. വിനോദസഞ്ചാരികൾക്ക് വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വേഗമെത്താനും ആകാശ കാഴ്ചകൾ ആസ്വദിക്കാനും പദ്ധതി സഹായകമാകും. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, മൂന്നാർ, കുമരകം, കോഴിക്കോട്, കാസർഗോഡ് എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഒരേ സമയം 6 മുതൽ 12 പേർക്ക് ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാനാകും. ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി ആഴിയിൽ അഗ്നി പകരുന്നതോടെ 18ാം പടി കയറാൻ ഭക്തർക്ക് അനുമതി ലഭിക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. അന്ന് പുലർച്ചെ 2:46-ന് മകരസംക്രമ പൂജ നടക്കും. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തിന് എല്ലാ ഭക്തർക്കും സുഗമമായി ദർശനം നടത്താൻ കുറ്റമറ്റ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്ത് നൽകി. തിരക്ക് നിയന്ത്രിക്കാനെന്ന പേരിൽ ഭക്തന്മാർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പന്തളത്തും ചെങ്ങന്നൂരും വടശ്ശേരിക്കരയിലും ലാഹിയിലും എരുമേലിയിലും മണിക്കൂറുകളോളം റോഡിൽ തടയുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു. ദക്ഷിണ സെൻട്രൽ റെയിൽവേയിൽ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ് ഇന്നും ജനുവരി 6-നും നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ് ജനുവരി 2-നും 9-നും റദ്ദാക്കി. എറണാകുളം ബെരായുനി രപ്തിസാഗർ, ഖൊരഗ്പൂർ കൊച്ചുവേളി രപ്തിസാഗർ, കോർബ കൊച്ചുവേളി, ബിലാസ്പൂർ തിരുനെൽവേലി തുടങ്ങിയ ട്രെയിനുകളും വിവിധ ദിവസങ്ങളിൽ റദ്ദാക്കിയിട്ടുണ്ട്. വയനാട് നീർവാരം അമ്മാനിയിൽ പുള്ളിപ്പുലിയെ പരിക്കേറ്റ അവശനിലയിൽ കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തോട് ചേർന്ന തോട്ടിലാണ് പുലിയുള്ളത്. അവശനിലയിലായ പുള്ളിപ്പുലിയെ പിടികൂടാനായി വനവകുപ്പ് RRT സംഘം സ്ഥലത്തെത്തി. നാളെ സംസ്ഥാന വ്യാപകമായി പ്രൈവറ്റ് പെട്രോൾ പമ്പുകൾ അടച്ച് സൂചനാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 14 യാത്രാ ഫ്യുവൽസ് ഔട്ട്ലെറ്റുകളും 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് KSRTC അറിയിച്ചു. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ 2ാം ഘട്ട മത്സരങ്ങൾ ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് ആവേശകരമായ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മലപ്പുറത്ത് നടന്ന 1ാം ഘട്ട മത്സരങ്ങൾക്ക് ശേഷമാണ് 2ാം ഘട്ട പോരാട്ടത്തിന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയം വേദിയാവുന്നത്. ജനുവരി 24 വരെ നീണ്ടുനിൽക്കുന്ന മത്സരത്തിൽ കേരള പോലീസ്, KSEB, കോവളം FC, കേരള ബ്ലാസ്റ്റേഴ്സ്, FC കേരള, ഗോകുലം കേരള തുടങ്ങി 20 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. 1ാം ഘട്ട മത്സരത്തിൽ ഗ്രൂപ്പ് എയിൽ 8 പോയിന്റുമായി കൊണ്ടോട്ടി മലബാർ FCയും ഗ്രൂപ്പ് ബിയിൽ 12 പോയിന്റോടെ കേരള പോലീസുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. വൈകുന്നേരം 4 മണിക്കും 7 മണിക്കുമായി 2 മത്സരങ്ങളാണ് ഓരോ ദിവസവും നടക്കുക. ആദ്യ കളിയിൽ ഇന്ന് ഗോകുലം കേരള FC കേരളയുമായും മറ്റൊരു മത്സരത്തിൽ ലിഫ കേരള ബ്ലാസ്റ്റേഴ്സുമായും ഏറ്റുമുട്ടും. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. വ്യാഴാഴ്ച നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ K-സ്മാർട്ട് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മറ്റന്നാൾ കൊച്ചിയിൽ നടക്കും. ഇതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകും. കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ K-സ്മാർട്ട് വിന്യസിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ക്യാച്ച് ദ റെയിൻ 2023 പോസ്റ്റ് മൺസൂൺ വിസിറ്റ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ജലശക്തി അഭിയാൻ സംഘം മലപ്പുറം ജില്ലയിൽ 3 ദിവസം പര്യടനം നടത്തി. ജലശക്തി അഭിയാന്റെ ഭാഗമായി നിർമ്മിച്ച വിവിധ പദ്ധതികൾ കേന്ദ്ര സംഘം സന്ദർശിച്ച് പുരോഗതി വിലയിരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. വിമാനത്താവളം ഉൾപ്പെടെ വിവിധ പദ്ധതികൾ അല്പസമയത്തിനകം നാടിന് സമർപ്പിക്കും. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. സമൂഹത്തെയും ജീവിതത്തെയും മനുഷ്യവത്കരിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. തൃശൂരിലെ പ്രചരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖുബെ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഹെലി ടൂറിസം പദ്ധതിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് കൊച്ചി വിമാനത്താവളത്തിൽ ഇന്ന് വൈകിട്ട് തുടക്കം കുറിക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഉച്ചയ്ക്ക് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:50-ന്.